എവറി മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി ആൻഡ് എ പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിം. ഇതാണ് നമ്മൾ പറയുള്ളത്. അതായത് ഓരോ മുസ്ലിമും ഇസ്ലാം കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അവൻ പൊട്ടും അല്ലെങ്കിൽ അവൻ മതം വിടും. ഇതാണ് നമ്മൾ പറയാറുള്ളത്. ആളുകൾ ഇതിലെ ഒരു ഭാഗം മുറിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇത് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിർത്താറില്ല. എന്താണ് ഈ സംഗതി എന്നുള്ളത് നമ്മൾ കൂടുതൽ വിശദമാക്കാറുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് അതൊന്നും കൂടി ഞാൻ ഒന്ന് മെനയാക്കിയിട്ട് ഒന്നുകൂടി പറഞ്ഞു വെക്കാം. ഇനി ആരും അത് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇത്രയാണ്. അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവിടെ വരുന്നത്. ഡിനൈങ് ദ നോൺ സീറോ റിസ്ക് ടു ബിക്കം എ ജിഹാദി ഡസ് നോട്ട് പ്രൊട്ടക്ട് മുസ്ലിംസ്, ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഐഡിയോളജി ദാറ്റ് ടേൺസ് ദം ഇൻ ടു പൊട്ടൻഷ്യൽ ജിഹാദീസ്. ഇതാണ് ഒന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻ എ കൾച്ചർ ദാറ്റ് റൊമാൻറ്റിസൈസസ് ജിഹാദ് ആൻഡ് മാർട്ടിഡം every young believer becomes a potential jihadi in the same structural sense that a child in a smoking house is a potential smoker. അതായത് ഒരു ചെയിൻ സ്മോക്കർ ആയിട്ടുള്ള വാപ്പയും ഉമ്മയും ഉള്ള ഒരു വീട്ടിൽ ഒരു കുട്ടി എങ്ങനെയാണോ ഈ സിഗരറ്റ് സ്മോക്കിങ്ങിനെ റൊമാൻറ്റിസൈസ് ചെയ്ത് അതിലൊന്നും വലിയ കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കി ആ കുട്ടിയും ഒരു സ്മോക്കർ ആകാനുള്ള സാധ്യത പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മൾ എന്ന് എങ്ങനെയാണോ പറയുന്നത് എന്ന് പറയുന്ന മാതിരി ജിഹാദിനെ ഇതേപോലെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നു, ഷഹീദാവുക എന്ന് പറയുന്നതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നു. അതുകൂടാതെ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള സംഗതികൾ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ, അതിനൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ, ഈ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഉയർത്തി വെക്കുന്ന ഈ തരം പ്രൊട്ടക്ഷനിസത്തിന്റെ ഭാഗമായിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ, ഒരു സമൂഹത്തിൽ അവിടെ ജീവിക്കുന്ന ഒരു മുസ്ലിമിന് ഈ ജിഹാദി ആശയങ്ങളെ കൂടുതൽ പുൽകുവാനും അതിന്റെ ഭാഗമായിക്കൊണ്ട് അവൻ ഒരു എക്സ് മുസ്ലിം ആകാനോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ജിഹാദി തന്നെയായി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.